എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കാൽ കീഴിലെ മണ്ണും കയ്യിലണിയുന്ന സ്വർണ്ണ മോതിരവും ഇവയൊക്കെ എങ്ങനെയുണ്ടായി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭൂമിയുടെയും സൗരയുധത്തിൻ്റെയും കോടിക്കണക്കിന് വർഷങ്ങൾ പുറകിലുള്ള ചരിത്രം പരിശോധിച്ചാൽ അത്യന്തം ഭീകരവും എന്നാൽ പക്ഷേ അതിശയകരവുമായ ഒരു പ്രതിഭാസത്തിലൂടെയാണ് ഇവയെല്ലാം രൂപം കൊണ്ടത് എന്ന് കാണുവാനായി സാധിക്കും. രണ്ട് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ തമ്മിൽ നടന്ന അതിശക്തമായ കൂട്ടിയിടി അഥവാ ഒരു കിലോനോവ ഇവന്റിനെ തുടർന്നാണ് ഇവയെല്ലാം രൂപം കൊണ്ടത്. നമ്മുടെ പ്രപഞ്ചത്തിലെ സ്വർണം, പ്ലാറ്റിനം, യുറേനിയം തുടങ്ങിയ വിലപിടിപ്പുള്ള മൂലകങ്ങളെ സൃഷ്ടിച്ചത് ഇതായിരുന്നു. എന്താണ് ഒരു ന്യൂട്രോൺ നക്ഷത്രം? പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും എക്സ്ട്രീമും അത്യന്തം വയലൻറ്റുമായിട്ടുള്ള പ്രതിഭാസങ്ങളിൽ ഒന്നാണിവ. ഏതാനും കുറച്ച് കിലോമീറ്ററുകൾ മാത്രം വ്യാസമുള്ള ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ ഭാരം ഒരു പൂർണ്ണ വലുപ്പമുള്ള നക്ഷത്രത്തിന് സമാനവുമായിരിക്കും. അതായത് ഒരു സ്പൂണോളം ന്യൂട്രോൺ നക്ഷത്രത്തെ നമ്മൾ കയ്യിലെടുത്താൽ അതിനൊരു പർവ്വതത്തിൻ്റെ ഭാരമുണ്ടാകാം. നമ്മുടെ സൂര്യനേക്കാളും 8 മടങ്ങ് വലുപ്പമുള്ള ഭീമാകാരന്മാരായ നക്ഷത്രങ്ങളുടെ മരണത്തെ തുടർന്നാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ രൂപം കൊള്ളുക. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവ ഏതാണ്ട് പൂർണ്ണമായും ന്യൂട്രോണുകളാൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. ഒരു നക്ഷത്രത്തിൻ്റെ ജീവിതകാലം മുഴുവനും അത് നിലനിൽക്കുക ഒരു ഫ്രജൈലായ ബാലൻസിലൂടെയാണ്. നക്ഷത്രത്തിലെ ലിക്വിഡ് പ്ലാസ്മയെ അതിൻ്റെ തന്നെ ഗുരുത്വാകർഷണം ഉള്ളിലേക്ക് വലിക്കുന്നു. എന്നാൽ ഈ സമയത്ത് അവിടെ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ ഹൈഡ്രജനെ ഹീലിയമാക്കി മാറ്റുകയും വലിയ തോതിലുള്ള ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ ഊർജവും ഗുരുത്വാകർഷണവും തമ്മിലുള്ള തുലനാവസ്ഥയാണ് നക്ഷത്രത്തെ നക്ഷത്രമായി നിലനിർത്തുക. എന്നാൽ പക്ഷേ നക്ഷത്രത്തിലെ ഇന്ധനം തീരുന്നതോടെ ഈ ബാലൻസ് അവയ്ക്ക് തെറ്റിപ്പോകുന്നു. സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ അവയുടെ മരണത്തോടെ വൈറ്റ് ഡാർഫുകളായി മാറുമ്പോൾ സൂര്യൻ്റെ പല മടങ്ങ് ഭാരമുള്ള നക്ഷത്രങ്ങളുടെ മരണം അതിഭയാനകമാണ്. ഇന്ധനം തീരുന്നതോടെ ഗുരുത്വാകർഷണം വിജയിക്കുകയും നക്ഷത്രത്തിൻ്റെ കോറ് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് രൂപപ്പെടുന്ന അതികഠിനമായ മർദ്ദം കാരണം പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും തമ്മിൽ ചേർന്ന് ന്യൂട്രോണുകളായി മാറുന്നു. ഇതിനെയാണ് ന്യൂട്രണൈസേഷൻ എന്ന് വിളിക്കുക. തുടർന്ന് നക്ഷത്രത്തിൻ്റെ ബാഹ്യപാളികൾ പ്രകാശ വേഗതയുടെ 25% വേഗതയിൽ പുറത്തേക്ക് തെറിക്കുന്നു. അത് അതിശക്തമായ ഒരു ഷോക്ക് വേവിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് നമ്മളൊരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും. ഈ സ്ഫോടനത്തിന് ശേഷം ബാക്കിയാകുന്ന അതീവ സാന്ദ്രതയുള്ള അവശിഷ്ടമാണ് ന്യൂട്രോൺ നക്ഷത്രം. പ്രപഞ്ചത്തിൽ തമോ ഗർത്തങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലമുള്ളത് ന്യൂട്രോൺ നക്ഷത്രങ്ങൾക്കാണ്. ഈ ഗ്രാവിറ്റി എത്ര ശക്തമാണെന്നാൽ അതിനടുത്തുകൂടെ പോകുന്ന പ്രകാശത്തെ പോലും അത് വളച്ചു കളയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രോൺ നക്ഷത്രത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും നമുക്ക് ഒരേ സമയം കാണുവാനായി സാധിക്കുന്നു. ഇതിൻ്റെ ഉപരിതല താപനില ഏകദേശം 10 ലക്ഷം ഡിഗ്രി സെൽഷ്യസോളവുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകും തോറും മർദ്ദം കൂടിക്കൂടി വരികയും ആറ്റോമിക് പാർട്ടിക്കിളുകൾ സിലിണ്ടർ രൂപത്തിലോ ഷീറ്റ് രൂപത്തിലോ റീഅറേഞ്ച് ചെയ്യപ്പെടുകയോ ചെയ്യുന്നു. ഇതിന് ശാസ്ത്രജ്ഞർ ന്യൂക്ലിയർ പാസ്ത എന്നും വിളിക്കുന്നു. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ശക്തമായ മെറ്റീരിയലുകളിൽ ഒന്നാണ് ഇതെന്നും കരുതപ്പെടുന്നു. ഇതിലും ആഴത്തിലേക്ക് പോവുകയാണെങ്കിൽ കോറിലേക്ക് ചെല്ലും തോറും
ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ രൂപത്തിലായിരിക്കും അവ കാണപ്പെടുക എന്നും സ്ട്രേഞ്ച് കാർക്കുകൾ അവിടെ കാണപ്പെടാമെന്നും ശാസ്ത്രലോകം കരുതുന്നു. എങ്കിലും ഇപ്പോഴും അതൊരു നിഗൂഢതയായി തുടർന്ന് പോരുകയും ചെയ്യുന്നു. ചില ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അതിവേഗത്തിൽ കറങ്ങുകയും ഓരോ കറക്കത്തിലും റേഡിയോ പൾസുകൾ പുറത്ത് വിടുകയും ചെയ്യുന്നു. ഇവയാണ് പൾസേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഏകദേശം 2000-ഓളം പൾസറുകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയുടെ കാന്തിക ബലം നമ്മുടെ ഭൂമിയുടേതിനേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് ശക്തവുമാണ്. ഇത്തരം അതിശക്തമായ കാന്തിക മണ്ഡലം ഉള്ളവയാണ് മാഗ്നറ്റാർസ്. ഇനി 2 ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പരസ്പരം അടുത്തു വരികയാണെങ്കിൽ അവ തമ്മിൽ ഭീകരമായ വേഗതയിൽ കൂട്ടിയിടിക്കുന്നു. ഇതാണ് ഒരു കിലനോവ സ്ഫോടനം. ആ സമയത്താണ് സ്വർണവും പ്ലാറ്റിനവും പോലുള്ള ഭാരമേറിയ മൂലകങ്ങളുടെ 90% പ്രപഞ്ചത്തിൽ രൂപം കൊണ്ട് വരുന്നതും. 2017 ശാസ്ത്രജ്ഞർ ഇത്തരത്തിലുള്ള കൂട്ടിയിടിയിൽ നിന്നുള്ള ഗുരുത്വാകർഷണ തരംഗങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞു. ഇതിലൂടെയാണ് കിലനോവ എക്സ്പ്ലോഷൻ ശരിയാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചതും. ഇത്തരം കൂട്ടിയിടികൾക്ക് ശേഷം ആ നക്ഷത്രങ്ങൾ ചിലപ്പോൾ ഒരു തമോഗർത്തമായി പരിണമിക്കുകയും ചെയ്യാം. കൂടാതെ ന്യൂട്രോൺ നക്ഷത്രത്തിന് സമീപം സമയം പോലും സാവധാനമേ സഞ്ചരിക്കുകയുള്ളൂ. ഇതിനെ നമ്മൾ ടൈം ഡയലേഷൻ എന്നു പറയുന്നു. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകത്തിൻ്റെ ഉത്ഭവം ഇത്രയും സങ്കീർണവും അതിനിഗൂഢവുമായ ഭൂതകാലത്തിൽ നിന്നുമാണ് രൂപം കൊണ്ട് വരുന്നതും. ഈ വീഡിയോയിലുടനീളം പ്രപഞ്ചമെന്ന് നമ്മൾ വിശേഷിപ്പിച്ചത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭൂമിയും നമ്മുടെ സൗരയുധത്തിൻ്റെ പിറവിയുടെ മുൻപുള്ള ആദ്യകാല രൂപങ്ങളെയാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം.